ഇതിനകത്ത് 7 എയർ ബാഗുകളുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലുള്ള കാര്യങ്ങളുണ്ട്, റിയർ AC വരുന്നുണ്ട്. നമസ്കാരം. ഇത് 2018 മോഡല് ടൊയോട്ട യാരിസ് ആണ്. ഇതിന് 7 എയർ ബാഗുകളുണ്ട്, അലോയ് വീലുണ്ട്, വലിയ വീലാണ്, DRL വെച്ചിട്ടുണ്ട്, ആ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം ഉണ്ട്. ഈ ഒരു വണ്ടി നമ്മുടെ വിൽക്കാനുള്ള വണ്ടിയുടെ കൂട്ടത്തിലുള്ള വണ്ടിയാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് വണ്ടിപ്രാന്തം.com ആണ്. അതിനകത്ത് ഈ ഒരു വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. പോയി നോക്കിക്കോളൂ. പ്രൈസും ഉണ്ട്, നമ്പറും ഉണ്ട്, വിളിച്ചാൽ മതി. അപ്പോൾ ഈ യാരിസിൻ്റെ പ്രത്യേകതകൾ പറയാം. ആദ്യം ടൊയോട്ട യാരിസ് എന്ന് പറയുന്നത് ആ ഒരു 2018 കാലഘട്ടത്തിൽ ഹോണ്ട സിറ്റിയുമായിട്ട് മുട്ടാൻ വേണ്ടിയിട്ട് ടൊയോട്ട ഇറക്കി വിട്ട കാറാണ്. ഈ ഒരു വണ്ടിയുടെ വലിപ്പം കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ, തീർത്തും ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ്. ടൊയോട്ടയ്ക്ക് അത്ര സക്സസ് ആയിട്ട് വിൽക്കാൻ പറ്റില്ല, എന്നാലും ഒരു ഇത്തിരി റെയറിറ്റി ഉള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ശരിക്കും ഈ യാരിസിനെ കാണേണ്ടത്. ഇതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പുകളാണെങ്കിലും പ്രൊജക്ടർ ഹെഡ് ലാമ്പും ആ ഒരു ലോഗോയും പിന്നെ ആ ഒരു എയർ ഡാമും താഴെ കാണുന്ന ആ ഒരു ഫോഗ് ലാമ്പുകളും എല്ലാം മനോഹരമാണെന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയയും ഈ ഷേപ്പും എല്ലാം ഒരു പ്രോപ്പർ 3 ബോക്സ് സെഡാൻ്റെ ആ ഒരു കാര്യമായിട്ട് കാണാവുന്നതാണ്. 3 ബോക്സ് സെഡാൻ എന്ന് പറയുന്നത് തീർത്തും ഒരു വശങ്ങളിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ബോഡി ലൈനുകളാണെങ്കിലും അതല്ല ആ ഒരു വീലിൻ്റെ ആ ഒരു വീൽ ആർച്ചുകളിൽ ഫില്ലായി നിൽക്കുന്ന വീലാണെങ്കിലും ആ ഒരു ഡോർ ഹാൻഡിൽ റിക്വസ്റ്റ് സെൻസറും എല്ലാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഒരു വണ്ടിയാണെന്ന് പറയാം. ഗ്ലാസ്സിൽ ആ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ ആ ഒരു വീൽ എന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റാണ്. ഈ ടൊയോട്ട യാരിസിന് 15 ഇഞ്ചാണ് വീൽസ്. ഇതിൻ്റെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ്. ആ ഒരു അലോയ് വീലിൻ്റെ 5 സ്പോക്ക് ഡിസൈൻ കണ്ടില്ലേ. ഇനി ഇതിൻ്റെ ആ ഒരു ഡോർ ലൈനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി തീർത്തും ഒരു കൗതുകമുള്ള ഡിസൈനല്ലേ. ടൊയോട്ട യാരിസിൻ്റെ പിൻവശമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഒരു ലൈറ്റുകളുടെ ഒരു കോമ്പിനേഷനും കൂടാതെ യാരിസ് എന്നുള്ള ഒരു ബാഡ്ജും 1.5 ബാഡ്ജും താഴെ കാണുന്ന ആ ഒരു പാർക്കിംഗ് സെൻസറുകളും ഇനി അടിക്കാൻ നോക്കി അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. ഈ ഒരു ബൂട്ടെന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ബൂട്ടാണ്. ഇപ്പോൾ ഹോണ്ട സിറ്റിയുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു മത്സരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബൂട്ടിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കാണാം. കൂടാതെ 60-40 ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ കൂടി പറ്റുന്ന ആ ഒരു സീറ്റുകളാണ് എന്നുള്ളതാണ് കേട്ടോ. ഇത് നോക്കി, ഇവിടെ ഒന്നും വിസിബിൾ അല്ല, അതായത് എക്സ്പോസ്ഡ് ആയിട്ട് ഒന്നുമില്ല. ഇതെല്ലാം കവേർഡാണ്. തീർത്തും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരിത്തിരി കോസ്റ്റ് കട്ടിങ് ഇല്ലാത്ത ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു ടൊയോട്ട യാരിസ് എന്നുള്ളതാണ്. ഈ വലിയ ബമ്പറിൽ 2 റിഫ്ലക്ടറുകൾ കൂടി കാണാനുണ്ട്. അത് റിഫ്ലക്ടർ മാത്രമല്ല, അതിനകത്ത് ഫോഗ് ലാമ്പ് കൂടിയുണ്ട്. ഇനി ഷാർക്ക് ഫിൻ ആണ്. ടൊയോട്ടയുടെ യാരിസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒഴിച്ചു നിർത്തിയ മറ്റെല്ലാ കൺട്രീസിലും സക്സസ് ആണ്. പിന്നെ എന്താണ് ഈ ഒരു വണ്ടിക്ക് ഇവിടെ പറ്റിയതെന്ന് തോന്നിയിട്ടോ? അതിന് കാര്യമായിട്ട് തോന്നുന്നത് 2018 ഇറങ്ങുമ്പോൾ ടോപ്പ് എൻഡ് മോഡലിന് ഏറെക്കുറെ 18 ലക്ഷം രൂപയോളം വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വണ്ടിക്ക് വലിയ ഒരു ആകർഷണം ഉണ്ടാകാതിരുന്നത്. കാരണം ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീറ്റർ അവിടെ നിൽക്കല്ലേ. പിന്നെ ഹോണ്ട ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെ ശരിക്കും ഒന്ന് അമേസിങ്ങായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അത് അത്ര ന്യായമായ കാര്യമല്ല. ജി വേരിയൻറ്റിന് 15.25 ലക്ഷം രൂപയായിരുന്നു വില നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് യാരിസിന് ഡീസൽ എഞ്ചിൻ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ടൊയോട്ട എന്ന് പറയുമ്പോൾ ഇന്നോവ ആണെങ്കിലും മറ്റുള്ള വണ്ടികളൊക്കെ ആണെങ്കിലും ഡീസൽ എഞ്ചിനുകളുടെ ആ ഒരു ആകർഷണം കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ യാരിസിന് ഡീസൽ എഞ്ചിൻ ഇല്ലാത്തതും ഈ ഒരു വണ്ടിയുടെ ആ ഒരു എന്താ പറയുക വൻ വിജയമാവാത്തതിൻ്റെ ഒരു കാരണമായിട്ട് കാണാം. അതിനകത്തുള്ള ആകെ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു. ഏറെക്കുറെ 106 ബ്രേക്ക് ഹോഴ്സ് പവറും 140 ന്യൂട്രൺ മീറ്ററുള്ള ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം രസമാണ് ഓടിക്കാനായിട്ട്. ഇത് ഡ്യുവൽ VVT ആണ്, ഇൻ്റലിജൻറ്റ് VVT ആണ്. എന്നുള്ള കാര്യം കാണാം. ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രീമിയമാണ്. ഇപ്പോൾ ഇതിനാണെങ്കിലും ബോണറ്റ് ഇൻസുലേഷൻ ഉണ്ട്, പക്കയാണ് കാര്യങ്ങളൊക്കെ. അപ്പോഴും ഡീസൽ ഇല്ലായിരുന്നു എന്നുള്ളതൊരു കുറവായിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. ഇനി പറയാനുള്ളത് ഈ ഒരു വണ്ടി, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വണ്ടി ഇത് ജി വേരിയൻ്റ് ആണ്. ഇത് വാങ്ങിയാനുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിനകത്ത് 7 എയർ ബാഗുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കിട്ടുന്ന സ്ഥലങ്ങളിൽ അതില്ല. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലുള്ള കാര്യങ്ങളുണ്ട്, റിയർ AC വരുന്നുണ്ട്. ഫീച്ചേഴ്സിൻ്റെ ഒരു ബഹളമുള്ള ഒരു കാറാണത്. എനിക്ക് തോന്നുന്നു കയ്യിൽ ഒതുങ്ങാവുന്ന വിലയ്ക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർ സെഡാണെന്നുള്ളൊരു കാര്യം യൂസ്ഡ് കാർ മാർക്കറ്റിൽ യാരിസിനുണ്ട്. പിന്നെ അധികം വിൽക്കാത്തൊരു വണ്ടി ആയതുകൊണ്ട് ആ ഒരു റെയർ ആയിട്ടുള്ള വണ്ടി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ആ ഒരു നമ്പറിൽ വിളിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അകത്ത് കയറട്ടെ. ഇപ്പോൾ റിക്വസ്റ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കീ പോക്കറ്റ് ഇട്ട് അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ ശരിക്കും കാണാൻ പറ്റുക ഈ സീറ്റുകളുടെ ആ ഒരു ഭംഗിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും BG കളറാണ് ഡോർ പാഡാണെങ്കിലും അതല്ല ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ബോട്ടം പോർഷൻ ആണെങ്കിലും മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈനും എല്ലാം പ്രീമിയം ലുക്കിംഗ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഉണ്ട്, ആ ഒരു സെൻട്രൽ കൺസോൾ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൽ ഉള്ള എയർ ബാഗ് മാത്രമല്ലാണ്ട് ഇവിടെ ഇതാണ് 7ാമത്തെ എയർ ബാഗ് എന്ന് പറയുന്നത്. നീ എയർ ബാഗാണ്. പിന്നെ ഇതാണ് ആ ഒരു പെഡലുകൾ. അപ്പോൾ
പുഷ് ബട്ടൺ സ്റ്റാർട്ട് വലതുവശത്താണ്. AC വെൻ്റുകളുടെ ഡിസൈൻ കാണാം. ഈ ഒരു മീറ്റർ റെസ്റ്റിലേക്ക് ഞാൻ വരാം. യാരിസിൻ്റെ പ്രീമിയംനെസ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ഡോർ പാഡുകളിലും ഓട്ടോ അപ്പ് ഡൗണുള്ള ആ ഒരു കാര്യങ്ങളും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫോൾഡ് ചെയ്യുന്ന മിററിലും എല്ലാം കാണാം. ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി റിച്ചർ ഫീൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്, ഡാഷ്ബോർഡാണ്. ചെറിയ ഫോർച്യൂണർ ചായയൊക്കെ അവിടെ ഇവിടെ തോന്നില്ലേ ടൊയോട്ട ബേബി. സവിശേഷതകളിലേക്ക് വന്നാൽ ക്ലൈമട്രോണിക് AC ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ 6 സ്പീഡാണ് ഗിയർ ബോക്സ്, അതും ഒരു കാര്യമായിട്ട് കാണാം. പാർക്കിംഗ് സെൻസറുകളുണ്ട്, അതൊരു കാര്യമായിട്ട് കാണാം. വലിയ സ്റ്റോറേജ് ഏരിയാസ് ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, ഓട്ടോ ഡിമ്മിംഗ് അല്ല മാനുവൽ ഡിമ്മിംഗുള്ള മിററാണ്, കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു പ്രീമിയം കാറിനകത്തിരിക്കുന്ന ഒരു ഫീലും കിട്ടുന്നുണ്ടെന്നാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിലും അതല്ല ഈ ഒരു ഗിയർ ഷിഫ്റ്ററിൻ്റെ നോബാണെങ്കിലും എല്ലാം ഒരു ഇത്തിരി അപ്പ് മാർക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വലിയ ഗ്ലോ ബോക്സ് ആണ്. ഈ ഗ്ലോ ബോക്സിനകത്ത് കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. നോക്കിയേ, ഈ കൂളിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ പുതിയ വണ്ടികളിൽ ഒരു വലിയ കാര്യമായിട്ട് ആൾക്കാർ പറയുന്നത് അത് യാരിസിലുണ്ടായിരുന്നു എന്നുള്ളതാണ്, കാര്യമായിട്ട് കാണാം. പിന്നെ ഈ ഒരു മീഡിയ സ്ക്രീൻ നോക്കിയേ, ഇതിൽ USB ഓക്സ് ഉണ്ട്, റേഡിയോ, USB അപ്പോൾ ഡിസ്ക്, അതായത് CD ഉള്ള ആ ഒരു സിസ്റ്റമാണ്. കൂടാതെ ഫോൺ കോള്, മിറാകാസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. താഴെ AC ആ ഒരു കൺട്രോൾസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബ്ലൂ കളറിലാട്ടോ. തീർത്തും എലഗൻ്റ് ആണെന്ന് തന്നെ പറയാം. ഈ ബട്ടൺസൊക്കെ തന്നെ നല്ല ഫീൽ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു ക്ലിക്ക് ഫീലുള്ള ഒരു ബട്ടൺസ് ആണ്. ഇപ്പോൾ അന്നത്തെ കാലത്തെ ഹോണ്ട സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇത്തിരി കൂടെ അപ്പ് മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു മീറ്റർ ഇനീഷ്യൽ ഒരു സ്വീപ്പ് ചെയ്യുന്നതും കൂടാതെ ആ ഒരു ടാക്കോമീറ്ററിൻ്റെ നീല ഡിസൈനും ഇനി അതിനകത്ത് കാണുന്ന ആ ഒരു ഡീറ്റെയിലിങ്ങും എല്ലാം കൊള്ളാമെന്നുള്ളതാണ്. ഇവിടെ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 നോബ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫ്യൂൽ മീറ്റർ താഴെയായിട്ടാണ്. ഇനി ഇവിടെ നമുക്ക് ഇതിനകത്ത് ആ ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു സിംപ്ലിഫൈഡ് വ്യൂ ആയിട്ടുള്ള കാര്യം, ഡ്രൈവിംഗ് ഇൻഫർമേഷനോ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കൺസംഷനും അല്ലെങ്കിൽ ഈക്കോ സേവിങ്സും ബ്രൈറ്റ്നസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്ററാണിത്. ഈ സൺവൈസറിൽ നമുക്ക് ആ ഒരു മിറർ കാണാം, വലിയ കാര്യമാണ്. ഇന്ന് പലപ്പോഴും ആ ഒരു മിറർ പലപ്പോഴും എടുത്തു കളയുന്നുണ്ട്. ഇനി ഈ ഒരു കണ്ണാടിയിൽ നമുക്ക് ആ ഒരു ഓട്ടോ ഡിമ്മിംഗ് അല്ല മാനുവൽ ഡിമ്മിംഗ് ആണെന്ന് കാണാം. ഇവിടെ നോക്കിയേ, ഈ ഒരു ഡ്രൈവർ സൈഡിലും ഉണ്ട് ആ ഒരു മിറർ എന്നുള്ള കണ്ടോ, ഡ്രൈവർ സൈഡിലും മിറർ ഉണ്ട്. സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. ഈ ഹോൾഡറിനകത്ത് ആ ഒരു പാഡിങ്ങും ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ലൈറ്റുകൾ കാണാം, 2 ഇൻഡിവിജ്വൽ ലൈറ്റ്സ് ആണ്. ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ഗിയർ ലിവറിൻ്റെ നോബ് നോക്കിയേ, അവിടെ കാണുന്ന സ്റ്റോറേജ് സ്പേസ് നോക്കിയേ, ആ ഒരു പാറ്റേൺ നോക്കിയേ, അതിനകത്തൊരു ചെറിയ ആംബിലൈറ്റിംഗ് ഉണ്ട്. ഈ ഹാൻഡ് ബ്രേക്കിന് പിന്നിലായിട്ടാണ് ആ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്. ഇവിടെ ആ ഒരു ആംറസ്റ്റ് ഉണ്ട്, ആംറസ്റ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത്തിരി ഉള്ളെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഹോണ്ട സിറ്റിയുമായിട്ടാണല്ലോ ശരിക്കും ഈ ഒരു വണ്ടിയുടെ കമ്പാരിസൺ. 2 സോക്കറ്റുകൾ പിന്നിലുണ്ട്. ആ ഒരു 12 വോൾട്ട് തന്നെയാണ് രണ്ടും, അത് പിന്നിൽ കാണാം. ഓക്കെ, AC വെൻ്റ് ഉണ്ട് പിന്നിലകത്ത്. ഈ ഒരു AC വെൻ്റ് എന്ന് പറയുന്നത് ടൊയോട്ട ഇന്നോവയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളും കാണുന്ന പോലത്തെ ഒരു AC വെൻ്റാണ്. AC വെൻ്റ് എന്ന് പറയാൻ AC യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഫാൻ സ്പീഡ് കൂട്ടാനും അത് ലൈറ്റിൻ്റെ ഒരു സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിമാനത്തിൻ്റെ എയിലറോൺസ് പോലെ 2 സ്ഥലത്താണ് AC വെൻ്റുകൾ. ഇരിക്കുന്ന സീറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, അത്യാവശ്യം നല്ല റൈസ് സപ്പോർട്ടുള്ള, അത്യാവശ്യം നല്ല ഒരു റിക്കറിങ് ആംഗിളുള്ള, 3 ഹെഡ് റെസ്റ്റുള്ള ഈ ഒരു സീറ്റ് പ്ലഷ് ആണ് എന്ന് തന്നെ പറയാം. ക്യാബിൻ ലൈറ്റ് പിന്നിലുണ്ട് കേട്ടോ, പിന്നിലെ ക്യാബിൻ ലൈറ്റാണത്. ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് ബ്ലൂ, അതിൻ്റെ ഒരു സ്വിച്ച് കൂടെ കാണാം. ഓഫ് ചെയ്യാം, ഓണാക്കാം, ബ്രൈറ്റ്നസ് കൂട്ടാം. നൈസ് അല്ലേ? അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. ടൊയോട്ടയുടെ റിലയബിലിറ്റി, അധികം റോഡിൽ കാണാത്ത വണ്ടി എന്നുള്ള ആ ഒരു കാര്യം, പിന്നെ ഫീച്ചേഴ്സിൻ്റെ ലഹളയും 7 എയർ ബാഗിൻ്റെ സേഫ്റ്റി, ഇത്രയുമാണ് ഈ വണ്ടിയിലേക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ടേക്കാണ്. എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം. ടൊയോട്ട യാരിസ് ഓടിക്കാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ടൊയോട്ട വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇത്തിരി ക്യാമറയൊക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ആ ഒരു കൊറോളയൊക്കെ ഓടിച്ച ആൾക്കാർക്ക് അറിയാം. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീല് ഒരു ഇത്തിരി ഹെവിനെസ് ആണ്, പക്ഷേ അത് ഒരു ഇത്തിരി എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കണക്ഷൻ ഒന്നും അത്ര വലിയ കാര്യമായിട്ട് പറയാം. ഞാൻ പറഞ്ഞൊരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറാണ്. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിച്ചു നോക്കാം. റൈറ്റ് സൈസാണ് കയ്യിന്. പിന്നെ സീറ്റിൻ്റെ ഒരു പോസ്റ്റർ, ഇരിക്കുന്ന പോസ്റ്റർ കൊള്ളാം, എല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ എഞ്ചിൻ അത്യാവശ്യം പവർഫുള്ളാണ്. 100 bhp മുകളിൽ 106 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറാണ്. 140 ടോർക്ക് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പവറാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഇപ്പോൾ ഹൈവേ ക്രൂസ് ചെയ്യുമ്പോൾ നല്ല എഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമായിട്ട് പറയാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ടൊയോട്ട യാരിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അന്ന് 15,80,000 രൂപയോളം വില കൊടുത്ത് വാങ്ങിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് അധികം ഓടിയിട്ടില്ല, 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. തീർത്തും ഓട്ടം കുറഞ്ഞ ഒരു വണ്ടി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഓട്ടം കുറവെന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് പറഞ്ഞ കാര്യമല്ല ഞാൻ, പക്ഷേ ഓട്ടം കുറയുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരിത്തിരി ഫ്രഷ് ആയിട്ടുള്ളൊരു വണ്ടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതല്ലേ, ആ ഒരു കാര്യം ഇതിൽ പറയാം. പിന്നെ ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിങ്, കൂടാതെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ വീണ്ടും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടൊയോട്ട എഞ്ചിൻ്റെ റിലയബിലിറ്റി മാത്രമല്ല, അതിൻ്റെ ഒരു മൊത്തമുള്ള ഒരു സൈസും ആ ഒരു റെയർ ആണെന്നുള്ള ഫീലൊക്കെയാണ്. കാരണം അതിനൊക്കെ ഒരു ഇത്തിരി എക്സ്ക്ലൂസിവിറ്റി എന്തായാലും ഉണ്ട്, അത് ഈ വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടൊയോട്ട യാരിസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു
നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജിൽ പോയി നോക്കിക്കോളൂ, അവിടുത്തെ കാര്യങ്ങൾ കണ്ടോളൂ, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയാം. ഇതിൻ്റെ ആ ഒരു ഫിറ്റിങ്സ് എല്ലാം തന്നെ ഷോറൂമിൽ ചെയ്തിട്ടുള്ളതാണ്. വി എന്നുള്ള മോഡലിനും ജി എന്നുള്ള മോഡലിനും 7 എയർ ബാഗ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 3 കുറഞ്ഞു. അപ്പോൾ എയർ ബാഗ് കുറയ്ക്കുന്നതിൻ്റെ മുമ്പുള്ള മോഡലിൽ നല്ല ഗുണം കൂടിയുണ്ട്. അപ്പോൾ എയർ ബാഗ് എന്നൊക്കെ പറയുന്നത് ടൊയോട്ടയുടെ ഒരു കാര്യമാണ്, അതൊരു കാര്യമായിട്ട് കാണേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗിന് റീച്ചും ടീൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള ഒരു ഗുണമായിട്ട് കാണാം. ആ ഒരു AC വെൻറ്റുകളുടെ കാര്യം ഗുണമായിട്ട് കാണാം. വലിയ ബൂട്ട് ഗുണമായിട്ട് കാണാം. ആ ഒരു 15 വീലിൻ്റെ ഒരു സൈസ് ഗുണമായിട്ട് കാണാം. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു നല്ല വണ്ടിയാണ് ഈ ആരിസനാണ്. കാലോടുത കയറി പോകുന്ന ആ ഒരു സംഭവം കൊള്ളാം. NVH നല്ലതാണ് എന്നുള്ളതാണ്. കുറച്ച് ഗുണങ്ങൾ കൂടി പറയാം. ഒന്നെന്ന് പറയുന്നത് ക്ലച്ച് ലൈറ്റാണ്, ഈസി ടു യൂസ് ആണ്. ഗിയർ ഷിഫ്റ്റിന് ആ ഒരു ഫീൽ ഉണ്ട്, അതായത് നമുക്ക് ക്ലിക്ക് ത്രോ അല്ല, ആ ഒരു കൃത്യതയുള്ള ഗിയർ ഷിഫ്റ്റാണ്, ഗുണമാണ്. ബ്രേക്ക് അത്യാവശ്യം നല്ല ഒരു ബ്രേക്സ് ആണ്. എനിക്ക് ഇത് കാലോടുത്ത് ഓടിക്കാനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണഗണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞത് ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രൈസാണ്. ടൊയോട്ടയുടെ ആ ഒരു വണ്ടി വരുമ്പോൾ ഒരു ഡീസൽ എഞ്ചിൻ എന്തായാലും ആളുകൾ പ്രതീക്ഷിക്കും, അത് കിട്ടിയില്ല. പിന്നെ വിലയും കൂടുതലായെന്നുള്ളതും ഒത്തിരി ഒരു കാര്യമായിട്ട് കണ്ട കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് വലിയ ഒരു ടേക്ക് ഓഫ് ആവാത്ത വണ്ടിയെന്ന് യാരിസിനെ പറയാം. ഒരു കണക്ക് നല്ലതാണ്, ഒരു റെയർ എന്നുള്ളൊരു ഫീൽ കൂടി ഉണ്ട്. പിന്നെ ടൊയോട്ട ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിന് കുഴപ്പമില്ല, പാർട്സിന് കുഴപ്പമില്ല, എല്ലാം ഈസിലി അവൈലബിൾ ആണെന്നുള്ള കാര്യമുണ്ട്. അതൊക്കെ തന്നെയും വണ്ടിയുടെ ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ഒരു യാരിസ് വേണമെങ്കിൽ എന്തായാലും വാങ്ങാൻ പറ്റിയ വണ്ടിയായിട്ട് ഇതിനെ കാണാം. 30,000 കിലോമീറ്റർ താഴെ ഓടിയ നല്ല കണ്ടീഷനുള്ള എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു വണ്ടി. അതാണ് ഈ വീഡിയോയുടെ രത്നം ചുരുക്കം. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി. ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ പോയി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി. നമസ്കാരം.